ചാനല് കൊറേ ആയോ തൊടങ്ങീട്ട്? ചാനല് കൊറേയായി. ചാനൽ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടില്ല. ഒന്നാമത്തെ ടൈം ഉണ്ടാവൂല. പിന്നെ അങ്ങനെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടൊന്നും തുടങ്ങിയൊന്നുമല്ല. പിന്നെ അങ്ങനെ പിന്നെ ചുമ്മാ അതങ്ങനെ സുഖു ഹായ്. ആയിപ്പോയില്ലേ. പിന്നെ എല്ലാവരുമായിട്ടൊരു കമന്റ് ഇൻട്രൊഡക്ഷൻ വായിക്കുന്നുണ്ടോ? ആണെങ്കിൽ ഒരു ചാനൽ നല്ലതാണ്. ഇതാരാ? ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരാളാ. സുബു ചോദിക്കുന്നത് ഇതാരാ? ഇതാരാന്നല്ലേ? ഇത് നവാസ്. ഉം. സുബു ടൂഗദറിൽ കേറാന്ന് പറഞ്ഞിരുന്നേ. ആ അപ്പൊ സുബുന് സുബു കേറാൻ പറ്റില്ല. ചെയ്യുന്നുണ്ടാ? അല്ല, സുബുന്റെ ലൈവ് എടുത്ത് കളഞ്ഞു യൂട്യൂബ് മാമന്. അതെന്തോ കുട്ടികളെ എന്തോ ഇതായിട്ടല്ലേ? എന്താണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ലൈവില് കേറാൻ പറ്റാത്തത്. അതുകൊണ്ടായിരിക്കും. ആ എന്താ സംഭവിച്ചത്? അങ്ങനെ എന്തേലും പറയാന്ന് പറഞ്ഞോ. മുറിയൊക്കെ മാറിയടാ. മുറിയൊക്കെ മാറി സ്റ്റിച്ച് എടുത്ത്. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാം കണ്ടീഷനായി. എന്ത് പറ്റി? അത് ചെറുതായിട്ട് ഒന്ന് ഒരു ഷീറ്റിന് തട്ടിപ്പോയതെ. അത് ടേബിളിന്റെ അടിയിൽ ശരി. ഒരു സ്റ്റീലിന്റെ ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് തട്ടിയിട്ട് കുറച്ച് നല്ല വുണ്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റിച്ച് ഉണ്ട് വന്നു. അത് ശരി. ആ എന്നിട്ടിപ്പോ ഉണങ്ങിയോ? ഉണങ്ങി. ഒരു കൊറേ മാസം എടുത്ത് ഉണങ്ങാൻ. അതെ, കൊറേ ലേശം ഷുഗർ ഉണ്ടോ? ലേശം നല്ല മുറിയേനു. ഇല്ല, ഷുഗർ ഒന്നും ഇല്ല. എന്നാലും അല്ല പിന്നെ ജോലിയൊന്നും മിസ്സായിക്കില്ല. അന്ന് ഒരു ദിവസം മാത്രം കുറച്ച് അല്ല എന്താ പ്രശ്നങ്ങളുണ്ടായി. വെച്ചിട്ട് പിന്നെ ഷുഗർ ഉണ്ടെങ്കിൽ ജോലി അങ്ങനെ ലീവ് കിട്ടാത്തൊരു ഫീൽഡാ. അതുകൊണ്ട് പിന്നെ പോണ്ട വന്നു. ഷുഗർ ഉണ്ടെങ്കിൽ മാറാൻ താമസം എടുക്കും. അതാ ചോദിച്ചത്. ആ ആ. എനിക്കറിയൂന്ന് പറയുന്നുണ്ട് സെലി വ്ളോഗ്. കമന്റ് വായിച്ചിട്ടാ ഒരു കമന്റ് ഇടുന്നുണ്ട്. അതെ, എല്ലാവരും വരാൻ ചെറിയ പണിയിലാണ് എന്ന് പറയുന്നുണ്ട്. ചുമ കാരണം ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡ് തെറ്റി ടൈപ്പ് ആവുകയാണ്. റഹ്മാൻ നിങ്ങളുടെ ഒരാൾ ഞാൻ ഹായ് നണ്ട്. ഫുഡ് കഴിച്ചെത്താ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ഷോപ്പിലാണ്, ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ. ഐഷുർ റഹ്മാൻ പനി മാറിയില്ലേ ചോദിക്കുന്നുണ്ട്. സുബു പിൻ ചെയ്ത ഞാൻ നേരത്തെ കൂട്ടാണ്. നിങ്ങൾ ഞാൻ കഴിച്ചു പോന്നാ നീയോ ചോദിക്കുന്നുണ്ട്. ഐഷു രാഹുൽ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട്. ലിയോ മിൻഹാന്ന് വിളിക്കുന്നുണ്ട്. രാഹുൽ ഐഷു കഴിച്ചു എന്നുണ്ട്. സുബു ഇതാരാ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സുബുന് ആരാന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ. റഹ്മാൻ ഐഷു പനി കുറവുണ്ട്. ഇപ്പോൾ ചുമയും ക്ഷീണവും ഉണ്ട്. രാഹുൽ ഇത് കഴിച്ചോ ഐഷാൻ ചോദിക്കുന്നുണ്ട്. സുബു മുറി മാറിയോ നവാസ്കാ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരാടാ രാഹുൽ എന്ന് ചോദിക്കുന്നുണ്ട്. ശരി, അങ്ങനെ നവാസ് ഇക്കാടെ സൗണ്ട് കേട്ടു എന്ന് പറയണ്ട. അത് ശരി, നിങ്ങളെല്ലാരും അറിയാലോ. ഹലോ നവാസ്. പറ. അത് ഞാൻ ശരി മ്യൂട്ടാക്കിട്ടെ. പറയുന്നിട്ടില്ല. ശരി പറയുന്നിട്ടില്ല. അങ്ങനെ നവാസ്ഖാന്റെ സൗണ്ട് കേട്ടു. സെലീനൊക്കെ പരിചയമുണ്ട്. അതല്ല, ഞാൻ ആദ്യമായിട്ടാണ് പരിചയം. ഇതിനു മുമ്പ് ചാനൽ നമ്മള് വന്നിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് അല്ലേ? അതെ. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ആളെ കുറിച്ച് തീരെ അറിയാത്തത്. ആ സെലിക്കും സുബുനൊക്കെ അറിയാം. ഞാൻ ഇന്നലെ ഏതോ ഒരു ലൈവ് നിന്നാണ് കൂട്ടാക്കിയത്. ഏത് ലൈവ് നിന്നാ? നമ്മള് ഇന്നലെ കൂട്ടായതല്ലേ? നമ്മൾ ഇന്നലെ കൂട്ടായതാണ്. ഷഫീഖ് ഭായിന്റെ ലൈവില് രാത്രി. ഷെഫീഖിന്റെ അതെ. രാത്രി ഞാൻ ലൈവില് വന്നിട്ടില്ലേ? അപ്പൊ ഒരു സമയത്ത് ഷഫീഖിന്റെ തോന്നുന്നുണ്ട്. അങ്ങനെയാ ഓർമ്മ. അതെന്റെ ഓക്കെ. ഞാൻ ഇന്നലെയാണ് എന്തായാലും മുബീബ് ബഷീർ കൂട്ടായിരുന്നു. ഷർമി എവിടെ എല്ലാം അറിയില്ല. അവരെല്ലാം എവിടെയാന്നുള്ള അറിയില്ല. എന്നാലും ഒരു രണ്ടുപേര് പാടാം. വെറുതെ ഓക്കെ. ഇരിക്കുന്നല്ലേ അവരുടെ. എല്ലാം അറിയുന്ന നിന്നെ മറന്നു ഞാൻ വല്ലാത്ത പാപിയായി തീർന്നു പോയി. എല്ലാം അറിയുന്ന നിന്നെ മറന്നു ഞാൻ വല്ലാത്ത പാപിയായി തീർന്നു പോയി. ജല്ല ജലാലേ നിൻ കാരുണ്യം കൊണ്ടെന്നെ ജല്ല ജലാലേ നിൻ കാരുണ്യം കൊണ്ടെന്നെ കബറിനടിയിലും കാത്തിടണേ. പിരിയുന്ന ലോകത്തെ പൂവിട്ട് പൂജിച്ച് പാറിപ്പറന്നു ഞാൻ ലോകനാഥ. ചിറകറ്റു വീണെന്റെ റൂഹ് പിരിയുവാൻ ചിറകറ്റു വീണെന്റെ റൂഹ് പിരിയുവാൻ